കൃഷ്ണോ രക്ഷതു മാം ജരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോऽസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ത്രയത്രിംശത്തമോऽധ്യായ. മൈത്രേയ ഉവാച. ഏവം നിശമ്യ കപിലസ്യ വചോ ജനിത്രീ സാ കർദമസ്യ ദയിതാഖില ദേവഹൂതി വിസ്ത്രസ്തമോകപടലാ തമഭിപ്രണമ്യ തുഷ്ടാവതത്വവിഷയാങ്കിതസിദ്ധിഭൂമിം. ദേവഹൂതിരുവാച. അതാപ്യജോന്തഃ സലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം വപുസ്തേ ഗുണപ്രവാഹം സദശേഷബീജം ദഗ്ധൗ സ്വയം യജ്ജഠരാബ്ജജാത. സ ഏവ വിശ്വസ്യ ഭവാൻ വിദത്തേ ഗുണപ്രവാഹേണ വിഭക്തവീര്യ. സർഗാദ്യനേകോ വിദധാപി സന്ധിരാത്മേശ്വരോ തർക്യസഹസ്രശക്തി. സത്വം ഭൃതോ മേ ജഡരേണ നാഥ കഥം नु യസ്യോദരയേതദാസീദ്. വിശ്വം യുഗാന്തേ വടഭദ്രയേക ശേതേ സ്മ മായാ ശിശുരംഘ്രിപാന. ത്വം ദേഹതന്ത്രപ്രശമായ പാപ്മനാം നിദേശഭാജാം ച വിഭോ വിഭൂതയേ. യഥാവതാരാസ്തവ സൂകരാദയസ്തഥായമപ്യാത്മപദോപലബ്ധയേ. യന്നാമധേയശ്രവണാനുകീർത്തനാദ് യത്പ്രഹ്വണാദ്യസ്മരണാദപി ക്വചിൽ സ്വാദോപി സദ്യഃ സവനായ കൽപ്പതേ. കുതഃ പുനസ്തേ ഭഗവൻ ദർശനാദ്. അഹോപദശ്വപചോദോ ഗരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമതുഭ്യം. തേ ഭൂസ്തപസ്തേ ജുഹുഃ സസ്നുരാര്യ ബ്രഹ്മാനോജുർനാമ ഗൃണന്തി യേതേ. തം ത്വാമഹം ബ്രഹ്മ പരം പുമാംസം പ്രത്യക്സ്രോതസ്യാത്മനി സംവിഭാവ്യം. സ്വതേജസാ ത്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. മൈത്രേയ ഉവാച. ഇഡിതോ ഭഗവാനേവം കപിലാഖ്യപരപ്പുമാൻ വാചാ വിക്ലവയേത്യാഹ മാതരം മാതൃവത്സല. കപില ഉവാച. മാർഗേണാനേന മാദസ്തേ സുസേവ്യേനോദിതേന മേ ആസ്ഥിതേന പരാം കാഷ്ഠ മതിരാധപരോത്സ്യസി. ശ്രദ്ധൽ സ്വൈതന്മതം മഹ്യം ജുഷ്ടം യദ്ബ്രഹ്മവാദിഭിः യേന മാമഭവം യായ മൃത്യുമൃച്ഛന്ത്യതദ്വിധാ. മൈത്രേയ ഉവാച. ഇതി പ്രദർശ്യ ഭഗവാൻ സതീം താമാത്മനോ ഗതിം സ്വമാത്രാ ബ്രഹ്മവാദിന്യാ കപിലോനുമതോ യയൗ. സാ ചാപി തനയോക്തേന യോഗാദേശേന യോഗയുഗ് തസ്മിൻ ആശ്രമ ആഭീഡേ സരസ്വത്യാ സമാഹിത. അഭീഷ്ണാവഗാഹ കപിശാൻ ജഡിലാൻ കുടിലാളകാൻ ആത്മാനം ചോഗ്രതപസാ ബിഭ്രതീചീരിണം കൃശം. പ്രജാപതേ ഗർദ്ധമസ്യ തപോ യോഗവിജൃംഭിതം സ്വഗാർഹസ്ഥ്യമനൗപമ്യം പ്രാർത്ഥ്യം വൈമാനികൈരപി. ഭയഫേന നിഭാശയ്യ ദാന്താരുക്മപരിച്ഛദ ആസനാനി ച കൈമാനി സുസ്പർശാസ്തരണാനി ച. സ്വച്ഛസ്ഫടികഗുഢ്യേഷു മഹാമാരകദേഷു ച രത്നപ്രദീപ ആഭാന്തി ലലനാരത്നസംയുത. ഗൃഹോദ്യാനം കുസുമിതൈ രമ്യം ബഹ്വമരദ്രുമൈ കൂജദ്യുഗംഗമിഥുനം ഗായന്മത്തമധൂഹൃദം. യത്ര പ്രവിഷ്ടമാത്മാനം
വിബുധാനുചരാ ജഗു വാപ്യാനുത്പലഗന്ധിന്യാം കർദമേനോപലാളിതം ഹിത്വാ തദീപ്സിതതമം അപ്യാഘണ്ഠലയോഷിതാം കിഞ്ചിച്ചകാരവദനം പുത്രവിശ്ലേഷണാതുരാ വനം പ്രവ്രജിതേ പത്യൗ വപത്യവിരകാതുരാ ജ്ഞാതതത്വാപ്യഭൂന്നഷ്ടേ വത്സേ ഗൗരിവ വത്സലാം തമേവ ധ്യായധീദേവം അപത്യം കപിലം ഹരിം ബഭൂവാ ചിരതോ വത്സ നിസ്പൃഹാ താദൃശേ ഗൃഹേ ധ്യായധീ ഭഗവദ്രൂപം യഥാഹത്യാനഗോചരം സുതപ്രസന്നവദനം സമസ്തവ്യസ്തചിന്തയാ ഭക്തിപ്രവാഹയോഗേന വൈരാഗ്യേണ ബലീയസാ യുക്താനുഷ്ഠാനജാതേന ജ്ഞാനേന ബ്രഹ്മഹേതുനാ വിശുദ്ധേന തദാത്മാനം ആത്മനാ വിശ്വതോമുഖം സ്വാനുഭൂത്യാതിരോഭൂതമായ ഗുണവിശേഷണം ബ്രഹ്മണ്യവസ്ഥിതമതിർഭഗവത്യാത്മസംശ്രയേ നിവൃത്തിജീവാപത്തിത്വാത് ക്ഷീണക്ലേശാപ്തനിർവൃതി നിത്യാരൂഢസമാധിത്വാത് പരാവൃത്തഗുണഭ്രമ ന സസ്മാര തദാത്മാനം സ്വപ്നേ ദൃഷ്ടമിവോത്ഥിത തദ്ദേഹപരതപോഷോപ്യകൃശ്ചാധ്യസംഭവാത് ബഭൗ മലൈരവച്ഛന്നഃ സധൂമ ഇവ പാവകാ സ്വാംഗം തപോയോഗമയം മുക്തകേശം ഗദാംബരം ദൈവഗുപ്തം ന ബുബുധേ വാസുദേവ പ്രവിഷ്ടധി ഏവം സാ കപിലോക്തേന മാർഗേണാചിരതഃ പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തമവാഭക തദ്വീരാസീത് പുണ്യതമം ക്ഷേത്രം ത്രൈലോക്യവിശ്രുതം നാംനാ സിദ്ധപദം യത്ര സാ സംസിദ്ധിമുപേയുഷി തസ്യാസ്തദ്യോഗവിദുദം ആർത്തിം മർത്യമഭൂത്സരിത് സ്രോതസാം പ്രവരാ സൗമ്യ സിദ്ധിദാ സിദ്ധസേവിതാ കപിലോപി മഹായോഗി ഭഗവാൻ പിതുരാശ്രമാത് മാതരം സമനുജ്ഞാപ്യ പ്രാഗുദീജീം ദിശം യയൗ സിദ്ധചാരണഗന്ധർവൈർ മുനിഭിശ്ചാപ്സരോഗണൈ തൂയമാനഃ സമുദ്രേണ ദത്താർഹണനികേതന ആസ്തേ യോഗം സമാസ്ഥായ സാഖ്യാചാര്യൈരഭിഷ്ടുത ത്രയാണാം അഭിലോകാനാം ഉപശാന്ത്യൈ സമാഹിത ഏതന്നിഗദിതം താത യത്പൃഷ്ടോഹം തവാനഘ കപിലസ്യ ച സംവാദോ ദേവഹൂത്യാശ്ച പാവനാം ഇതമനുസൃണോരിയോഭിദത്തേ കപിലമുനിർമദം ആത്മയോഗഗുഹ്യം ഭഗവതി കൃതധീ സുവർണകേതൗ ഉപലഭതേ ഭഗവത്പദാരവിന്ദം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ കാപിലേയോപാഖ്യാനേ ത്രയത്രിംശത്തമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗോപീചരണാരവിന്ദപരമാണുവേ നമഃ. ശ്രീഹരേ നമഃ. ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം 33-ാം അധ്യായം. കപിലഭഗവാന്റെ
ഉപദേശങ്ങളൊക്കെ കേട്ട ദേവഹൂതി ജ്ഞാനം, ഭക്തി, വിരക്തി എന്നിവയാൽ മുക്തി നേടി എന്ന് ഈ അധ്യായത്തിൽ പറയുന്നു. ഈശ്വരനും ഗുരുവും പ്രസാദിച്ചാൽ മാത്രമേ ശ്രവണാദികളുടെ ഫലം പ്രകാശിക്കുള്ളൂ. മൈത്രേയ മഹർഷി പറയാണ്, മനുപുത്രിയും യോഗീശ്വരനായ കർദമ പ്രജാപതിയുടെ പത്നിയും സാഖ്യാചാര്യനായ കപില ഭഗവാന്റെ അമ്മയുമായ ദേവഹൂതി ദേവിക്ക് കപില ഭഗവാന്റെ ഉപദേശങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലുള്ള അജ്ഞാനവും ദുഃഖമൊക്കെ നീങ്ങി മനസ്സ് തെളിഞ്ഞു. ഗുരുരൂപത്തിൽ തനിക്ക് ഉപദേശം നൽകിയ പുത്രനെ പരബ്രഹ്മസ്വരൂപിയായ ജ്ഞാനികളുടെ ആശ്രയമായ പരമഗുരുവായ കപില ഭഗവാനെ നമസ്കരിച്ച് 7 ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിച്ചു. ദേവഹൂതിരുവാചാം അഥാപ്യജോന്തസ്സലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം വപുസ്തേ ഗുണപ്രവാഹം സദശേഷബീജം ദധ്യൗ സ്വയം യജ്ജഠരാബ്ജജാതഃ. ദേവഹൂതി ദേവി തനിക്ക് കിട്ടിയ ഭാഗ്യം പറയുന്നു. ബ്രഹ്മാവിന് പോലും കാണാൻ സാധിക്കാത്തതായ ആ ഈശ്വര സ്വരൂപത്തെ കാണാൻ സാധിച്ചത് എൻ്റെ പരമഭാഗ്യം. അങ്ങയുടെ ജഠരത്തിൽ നിന്നുണ്ടായ താമരപ്പൂവിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവ് കാരണജലത്തിൽ ശയിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ആദികാരണവും സത്വാദി ഗുണങ്ങളുടെ ഉത്ഭവത്തോടു കൂടിയതും ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അർത്ഥങ്ങൾ, ആത്മാക്കൾ എന്നിവയുടെ സ്വരൂപത്തിലിരിക്കുന്നതുമായ അങ്ങയുടെ ശരീരത്തെ ധ്യാനിച്ചു. ആ ബ്രഹ്മാവിന് ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. സയേവ വിശ്വസ്യ ഭവാൻ വിധത്തെ ഗുണപ്രവാഹേണ വിഭക്തവീര്യഃ സർഗാദ്യനീഹോ വിദധാഭിസന്ധിരാത്മേശ്വരോ തർക്യസഹസ്രശക്തി. സ ത്വം ഭൃതോ മേ ജഠരേണ നാഥം കഥം नु യസ്യോദര ഏതദാസീത് വിശ്വം യുഗാന്തേ വടപത്രയേകഃ ശേദേ സ്മ മായാ ശിശുരംഘ്രിപാനഃ. അതർക്യസഹസ്രശക്തി. ഊഹിക്കാൻ പോലും കഴിയാത്തത്ര അനന്തശക്തിയുള്ള അങ്ങ് തൻ്റെ സങ്കല്പശക്തി കൊണ്ട് സൃഷ്ടിയാദികൾ ചെയ്യണു. ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. എല്ലാം ഈശ്വരനാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവ നടത്താനായിട്ട് 3 രൂപങ്ങൾ സ്വീകരിച്ചു എന്ന് മാത്രം. യുഗാവസാനത്തിൽ ഈ ലോകങ്ങളെയെല്ലാം തൻ്റെ ജഠരത്തിൽ അടക്കുന്ന ഭഗവാൻ തൻ്റെ മായാവിലാസം കൊണ്ട് ഒരു ശിശുരൂപത്തിൽ തൻ്റെ പാദാങ്കുഷ്ഠം പാനം ചെയ്യുന്ന ഒരു ശിശുരൂപത്തിൽ ആലിലയിൽ ശയിച്ചില്ലേ? ആ സ്വരൂപം മാർക്കണ്ഡേയനെ കാണിച്ചു കൊടുത്തില്ലേ? അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയാണ് എൻ്റെ ഉദരത്തിൽ ശയിച്ചത്? ഭഗവാനെ, അവിടുത്തെ ഓരോ പ്രവൃത്തിയുടെയും മാഹാത്മ്യം വർണ്ണിക്കാൻ സാധ്യമല്ല. ത്വം ദേഹതന്ത്ര പ്രശമായ പാപ്മനാം നിദേശഭാജാം ച വിഭോ വിഭൂതയേ യഥാവതാരാസ്തവ സൂകരാദയസ്തഥായമപ്യാത്മപഥോപലബ്ധയേ. ഹേ വിഭോ, ഞാൻ അങ്ങയെ ഗർഭത്തിൽ ധരിച്ചതല്ല. അങ്ങ് ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കാനുമായിട്ട് പലവിധ അവതാരങ്ങൾ, സ്വരൂപങ്ങൾ ധരിക്കാറുണ്ടല്ലോ. വരാഹാദി അവതാര സ്വരൂപങ്ങൾ സ്വീകരിച്ചതുപോലെ ആത്മസ്വരൂപത്തെ അറിയാനുള്ള മാർഗം ഉറപ്പിക്കാൻ വേണ്ടി ഈ അവതാരവും അങ്ങ് സ്വീകരിച്ചു എന്ന് മാത്രം. യന്നാമധേയ ശ്രവണാനുകീർത്തനാത് യത് പ്രഹ്വണാത് യത് സ്മരണാദഭിക്വചിത് ശ്വാദോപി സദ്യസവനായ കൽപ്പതേ കുത പുനസ്തേ ഭഗവൻ നുദർശനാത്. പിന്നെ പറയാണ്, യന്നാമധേയ ശ്രവണാനുകീർത്തനാത്. ഒരാൾ തൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അങ്ങയുടെ തിരുനാമം കേൾക്കുകയോ ജപിക്കുകയോ ആ സ്വരൂപം സങ്കല്പിച്ച് നമസ്കരിക്കുകയോ മനസ്സുകൊണ്ട് സ്മരിക്കുകയോ ചെയ്താൽ അവൻ ചണ്ടാളനാണെങ്കിൽ കൂടി തൽക്ഷണം പൂജ്യനായിത്തീരും.
അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആനന്ദസ്വരൂപത്തെ നേരിട്ട് കാണാൻ സാധിച്ച ഞാൻ പരിശുദ്ധയും കൃതാർത്ഥയുമായി തീർന്നിരിക്കണു ഭഗവാനെ. അഹോബദശ്വപജോദോഗരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമ തുഭ്യം തേബുസ്തപസ്തേ ജുഹുബുസ്സസ്നുരാര്യ ബ്രഹ്മാനോജുർനാമ ഗൃണന്തിയേതേ. ഭഗവാനെ, ബ്രാഹ്മണകുലത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങയെ ഭജിക്കാതിരിക്കുന്ന ബ്രാഹ്മണനേക്കാൾ സദാ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ചണ്ഡാളൻ പൂജ്യനാണ്. അനേക ജന്മങ്ങളിൽ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നാമജപം മനസ്സിലുറക്കിയ. നാമസങ്കീർത്തനം ജപയജ്ഞമാണ് യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അത്രയ്ക്ക് മഹത്വമുള്ള അങ്ങയുടെ കീർത്തിയെ കീർത്തിക്കാൻ എനിക്ക് ശക്തിയില്ല. തം ത്വാമഹം ബ്രഹ്മപരം പുമാംസം പ്രത്യസ്രോതസ്യാത്മനി സംവിഭാവ്യം സ്വതേജസാധ്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. വിഷയങ്ങളിൽ അലഞ്ഞു നടന്നിരുന്ന മനസ്സിനെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ച് ആ മനസ്സിൽ ധ്യാനിക്കാൻ യോഗ്യനും ഗുണപ്രവാഹജന്യമായ ഈ സംസാരത്തെ നിശേഷം നശിപ്പിച്ച് ഭക്തന്മാർക്ക് മോക്ഷം നൽകുന്നവനും ജ്ഞാനസ്വരൂപനും സാഖ്യശാസ്ത്രത്തിൽ പരമപുരുഷനെന്നും വിഷ്ണുവുമെന്നും ഇപ്പോഴിതാ കപിലനെന്നും പേരുള്ള ആ പരബ്രഹ്മമൂർത്തിയെ ഞാൻ നമസ്കരിക്കണു. മൈത്രേയ മഹർഷി പറയാണ്, പരമപുരുഷനായ കപില ഭഗവാൻ അമ്മയുടെ സ്തുതിയൊക്കെ കേട്ട് അമ്മയോടുള്ള സ്നേഹവാത്സല്യങ്ങളോടെ ഗദ്ഗദത്തോടെ പറയാണ്, അമ്മേ, ഞാൻ ഉപദേശിച്ചു തന്ന ഈ മാർഗം അനുഷ്ഠിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. ഈ മാർഗം അനുഷ്ഠിക്കുന്നതിലൂടെ അമ്മ അധികം വൈകാതെ പരമപദത്തിലെത്തിച്ചേരും. ഞാൻ പറഞ്ഞു തന്ന മാർഗം പൂർണ്ണ വിശ്വാസത്തോടെ അനുഷ്ഠിച്ചോളൂ. ഈ മാർഗം അറിഞ്ഞ് അനുഷ്ഠിച്ചാൽ പിന്നെ ജനന മരണാദി വികാരങ്ങളില്ലാത്ത എന്നെ പ്രാപിക്കും. ഇതറിയാത്തവർ ഈ സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ അമ്മയ്ക്ക് കൊടുത്ത ശേഷം അമ്മയുടെ അനുവാദം വാങ്ങി കപില ഭഗവാൻ അവിടെ നിന്നും പോയി. ദേവഹൂതി ദേവി സരസ്വതീ നദീതീരത്തുള്ള ബിന്ദു സരസ് എന്ന ആശ്രമത്തിൽ കപില ഭഗവാൻ ഉപദേശിച്ചതായ യോഗമാർഗത്തെ ആശ്രയിച്ച് മനസ്സിനെ അടക്കി യോഗയുക്തയായിട്ടിരുന്നു. അതിസുന്ദരിയായിരുന്ന ദേവഹൂതി ദേവിയുടെ ഇപ്പോഴുള്ള രൂപം എങ്ങനെയാണ്? 3 നേരവും കുളിക്കുന്നത് കൊണ്ട് കപിശ നിറമായിരിക്കണു. ജട പിടിച്ച തലമുടി, കുറുനിരകൾ, മരവുരിയാണ് ഉടുത്തിരിക്കുന്നത്. കഠിന തപസ് ആചരിക്കുന്നത് കൊണ്ട് ദേഹം മെലിഞ്ഞിരിക്കണു. ദേവഹൂതിയുടെ ഗൃഹം എങ്ങനെയുള്ളതാണെന്ന് പറയണു. കർദമ പ്രജാപതിയുടെ യോഗശക്തി കൊണ്ട് സകല സമൃദ്ധികളും നിറഞ്ഞു നിൽക്കുന്ന വേറൊരു ഗൃഹത്തിനോടും ഉപമിക്കാൻ സാധിക്കാത്തത്ര മനോഹരമായ ഗൃഹം കാണുമ്പോൾ ആകാശത്തിൽ വിമാനത്തിൽ പോകുന്ന ദേവന്മാർക്കു കൂടി ആഗ്രഹം തോന്നിയിരുന്നു. ആ ഗൃഹത്തിലുള്ള മുറികളിലെ ശയ്യകളിൽ പാല് പോലെ വെളുത്ത വിരികൾ വിരിച്ചിരിക്കണു. മഞ്ചങ്ങൾ മനോഹരമായ കൊത്തുപണികളോടുകൂടിയ ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ഇരിക്കാനുള്ള പീഠങ്ങൾ സ്വർണം കൊണ്ടുള്ളതായിരുന്നു. ആ ഗൃഹത്തിൻ്റെ ചുവരുകൾ സ്ഫടികം കൊണ്ടുള്ളതും മരതകരത്നം പതിച്ചതുമായിരുന്നു. അവിടെയുള്ള പൂങ്കാവനം സുഗന്ധമുള്ള പൂക്കൾ നിറഞ്ഞിരുന്നു. ഇണപ്പക്ഷികൾ ശബ്ദിച്ചു കൊണ്ടിരിക്കണു. വണ്ടുകൾ പാട്ട് മൂളിക്കൊണ്ട് പറന്നു നടക്കണു. ഗന്ധർവന്മാരെ സ്തുതിച്ചു കൊണ്ടിരുന്ന സുന്ദരിയായ ദേവഹൂതിയുടെ ആ ഗൃഹത്തിലും ശരീരത്തിലുമുണ്ടായിരുന്ന അഭിമാനം ഉപേക്ഷിച്ച് യോഗരതയായിരുന്നു. എങ്കിലും ഒരു ദുഃഖം മനസ്സിലുണ്ടായിരുന്നു. തൻ്റെ പുത്രൻ തന്നെ ഉപേക്ഷിച്ചു പോയി.
ഭർത്താവായ കർദമ പ്രജാപതി സന്യസിച്ചു പോയപ്പോൾ പിന്നെ ഏക ആശ്രയം മകനായിരുന്നു. ഇപ്പോൾ അത് ആ മകനും തന്നെ വിട്ടുപോയിരിക്കുന്നു. കുട്ടിയെ കാണാതെ ദുഃഖിക്കുന്ന പശുവിനെ പോലെ ആ ദേവഹൂതി ദേവി ദുഃഖിച്ചു. ഒരു സ്ത്രീക്ക് കൗമാരത്തിൽ അച്ഛനും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനും സംരക്ഷണം നൽകണം. ഇവിടെ ഇപ്പോൾ ആ ദേവഹൂതി ദേവി ആത്മതത്വം അറിയുന്നവളാണെങ്കിലും ദുഃഖിച്ചു. കാരണം ഇഷ്ടജന വിയോഗ ദുഃഖം അസഹ്യം തന്നെയാണ്. എങ്കിലും ദേവഹൂതി ദേവി പുത്രനായി അവതരിച്ച കപില ഭഗവാനെ ധ്യാനിച്ചു. ഭഗവാനെ ധ്യാനിക്കാൻ പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. ആ സ്വരൂപം മനസ്സിൽ ഉറപ്പിക്കാൻ അത്ര എളുപ്പമല്ല. എന്നാൽ മകൻ്റെ മുഖം ഓർക്കാൻ എളുപ്പമാണ്. അങ്ങനെ ദേവഹൂതി ദേവി തൻ്റെ പുത്രൻ്റെ സ്വരൂപം ധ്യാനിച്ചുകൊണ്ട് ഗൃഹാസക്തിയെ ഉപേക്ഷിച്ചു. പിന്നെ കപില ഭഗവാൻ ധ്യാനിക്കാൻ ഉപദേശിച്ചതായ ഭഗവാന്റെ പ്രസന്നമുഖം, ഭഗവാന്റെ രൂപം സമസ്തമായും വ്യസ്തമായും ധ്യാനിച്ച് ഉറപ്പിച്ചു. ഭഗവാന്റെ പാദാദി കേശം ഒന്നായിട്ട് ചിന്തിക്കുന്നത് സമസ്ത ചിന്ത, ഓരോ അവയവത്തെ വേറെ വേറെ ചിന്തിക്കുന്നത് വ്യസ്തചിന്ത. ഈ രണ്ട് വിധത്തിലുമുള്ള ചിന്ത കൊണ്ട് ധ്യാനത്തെ ഉറപ്പിച്ചു. തടസ്സമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭക്തിയോഗം കൊണ്ടും അതിശക്തമായ വിഷയവൈരാഗ്യം കൊണ്ടും ഉചിതമായ ജപപൂജാദികൾ കൊണ്ടും ഉചിതമായ ആഹാരാദി ദിനചര്യകൾ കൊണ്ടും നേടിയ ആത്മസാക്ഷാത്കാരത്തിന് കാരണമായ ജ്ഞാനം കൊണ്ടും പരിശുദ്ധമായ മനസ്സിലെ ആത്മാനന്ദം അനുഭവിച്ചുകൊണ്ട് മനസ്സ് ഭഗവാനിൽ സ്ഥിരമായി ഉറച്ചതുകൊണ്ട് രാഗാദികൾ നശിച്ച് ആനന്ദ സ്വരൂപമായി തീർന്നു. ദേഹഭാവം നശിച്ചു. ദേവഹൂതി ദേവിയെ ശുശ്രൂഷിക്കാനായിട്ട് കർദമൻ സൃഷ്ടിച്ച വിദ്യാധരികൾ അല്പ ആഹാരം കൊടുത്ത് ആ ദേവഹൂതിയുടെ ശരീരം നിലനിർത്തുന്നുണ്ടെങ്കിലും ദേവഹൂതിക്ക് അതിലൊന്നും ശ്രദ്ധയില്ല. മനസ്സ് ആനന്ദത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അധികം കൃശമായിരുന്നില്ല ശരീരം. എണ്ണ തേച്ച് കുളിയൊന്നുമില്ലാത്തതുകൊണ്ട് ശരീരത്തിൽ ചളി പറ്റിയിരുന്നുവെങ്കിലും അന്തർജ്യോതിയുടെ പ്രകാശത്താൽ പുകയോടുകൂടിയ അഗ്നി എന്ന പോലെ ശോഭിച്ചു. മനസ്സിൽ സന്തോഷം ആനന്ദം നിറഞ്ഞിരിക്കുമ്പോൾ ശരീരത്തിന് ക്ഷീണമുണ്ടാവില്ല. മനസ്സിൽ ദുഃഖം നിറയുമ്പോൾ അത് ശരീരത്തെ തളർത്തും. ആധിവ്യാധിയായി തീർന്ന് ആരോഗ്യം നശിക്കും. ആ ദേവഹൂതി ദേവിയുടെ മനസ്സ് ഭഗവാനിൽ തന്നെ ഉറച്ചിരിക്കുന്നത് കൊണ്ട് തൻ്റെ അഴിഞ്ഞുകിടക്കുന്ന തലമുടി കെട്ടിവെക്കണമെന്നോ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യണമെന്നോ ഒന്നും തോന്നിയില്ല. ദേഹബോധം ഇല്ലാതായി. ഇങ്ങനെ ആ കപില ഭഗവാന്റെ ഉപദേശമനുസരിച്ച് യോഗമാർഗം അനുഷ്ഠിച്ചുകൊണ്ട് അധികം വൈകാതെ തന്നെ ആ ഭഗവാനെ പ്രാപിച്ചു. ദേവഹൂതി ദേവി ബ്രഹ്മസായുജ്യം നേടിയ സ്ഥലം ഇപ്പോൾ സിദ്ധപദം എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്നു. യോഗത്താൽ സകല മാലിന്യങ്ങളും നശിച്ച് പരിശുദ്ധമായി തീർന്ന ദേവഹൂതിയുടെ ശരീരം ഒരു നദിയായി ഒഴുകി. സിദ്ധന്മാർ സേവിക്കുന്ന ആ നദി സിദ്ധി നൽകുന്നതാണ്. ആ നദി ലോകത്തെ പരിശുദ്ധമാക്കിക്കൊണ്ട് ഒഴുകി. കപില ഭഗവാൻ അമ്മയുടെ അനുവാദം വാങ്ങി നേരെ വടക്ക് കിഴക്കേ ദിക്കിലേക്കാണ് പോയത്. അവിടെ സിദ്ധചാരണ ഗന്ധർവാദികൾ അദ്ദേഹത്തെ സ്തുതിച്ച് പൂജിച്ചു കൊണ്ടിരിക്കുന്നു. സാഖ്യശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ആചാര്യന്മാരെ അദ്ദേഹത്തെ സ്തുതിക്കുന്നു. ത്രൈലോക്യത്തിലുള്ള ജീവാത്മാക്കളുടെ മുക്തിയെ സങ്കല്പിച്ചുകൊണ്ട് ഇപ്പോഴും ആ കപില ഭഗവാൻ സമാധിയിലിരിക്കുന്നു. മൈത്രേയ മഹർഷി പറയാണ്, നിഷ്പാപനും പരിശുദ്ധനുമായ ഹേ വിതുര, കപില ഭഗവാൻ ദേവഹൂതി ദേവിക്ക് ഉപദേശിച്ചതായ ആ സാഖ്യശാസ്ത്രം ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തന്നു. യ ഇദമനുശൃണോതി യോഭിധത്തെ കപിലമുനേർമദമാത്മയോഗഗുഹ്യം
ഭഗവതി കൃതധി സുവർണകേതാവുബലഭദേ ഭഗവത് പദാരവിന്ദം. അത്യന്തം രഹസ്യമായ കപില ഭഗവാൻ ഉപദേശിച്ചതായ ഈ സാഖ്യശാസ്ത്രം അനുദിനം കീർത്തിക്കുകയും മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ ചിത്തം ആ ഗരുഡവാഹനനായ ഭഗവാനിൽ ഉറച്ച് ജീവിതാവസാനം അയാൾ ആ ഭഗവാന്റെ പാദാരവിന്ദത്തിൽ ചെന്ന് ചേരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം സമർപ്പിക്കണു. ഇതോടുകൂടി ഈ തൃതീയ സ്കന്ധം സമാപിച്ചു. മനുപുത്രിയായ ദേവഹൂതി ദേവി താൻ ഇഷ്ടപ്പെട്ട പുരുഷനെ കർദമ പ്രജാപതിയെ വിവാഹം ചെയ്തു പാതിവ്രത്യം കൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. 9 പുത്രിമാരും ഒരു പുത്രനുമുണ്ടായി. പുത്രിമാരുടെയെല്ലാം വിവാഹം ഭംഗിയായി നടത്തി പുത്രനായ കപില ഭഗവാൻ ആ അമ്മയ്ക്ക് ആത്മജ്ഞാനം ഉപദേശിച്ചു. ആ ഉപദേശം സ്വീകരിച്ച് യോഗാനുഷ്ഠാനത്തിലൂടെ മുക്തി നേടി. ആ ശരീരം ലോകത്തെ പവിത്രമാക്കുന്ന നദിയായി മാറി. അങ്ങനെ തൻ്റെ ജീവിതം സാർത്ഥകമാക്കി ധന്യമാക്കി തീർത്തു. ഭഗവത് സ്മരണയോടെ കർമ്മങ്ങളെല്ലാം ചെയ്ത് ജപധ്യാനാദിമാർഗത്തിലൂടെ ആ ഭഗവാനെ മനസ്സിലുറപ്പിച്ച് ആ ഭഗവാനിലേക്ക് എത്താൻ നമുക്കും ശ്രമിക്കാം.